ഇനി നമ്മൾ 24ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ 24ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. സോ ഇത് മെട്രിസസിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ എന്താ വന്നിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെറ്റ് എ എന്ന് പറഞ്ഞാൽ ലെറ്റ് പി എ 3/3 മെട്രിക്സ് such that x ട്രാൻസ്പോസ് into a into x equal to O. Identity zero matrix എന്ന് പറയുന്നുണ്ട്. For all non-zero 3/1 matrices x equal to x by y ആണ്. then അങ്ങനെ ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. then ഇത് കണ്ടുപിടിക്കണം നമുക്ക്. സോ ഇതിനകത്ത് ആൽഫ ബീറ്റ ഗാമ ഉണ്ടെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഡിറ്റർമിനൻസിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഇതിനകത്ത് കയറി വരുന്നുണ്ട്. റെഡി അല്ലേ? സോ അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് സോൾവ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിയാൽ, നമ്മളോട് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷനാണ് എക്സ് ട്രാൻസ്പോസ് എ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് നൾ മെട്രിക്സ് ആണ്, സീറോ മെട്രിക്സ് എന്ന് നമുക്ക് പറയുന്നുണ്ട്. സീറോ ആണ് വാല്യൂ വന്നിരിക്കുന്നത്. സോ അപ്പം എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് നോക്കിയാൽ ഇതാണ് എക്സ് വൈ ഇസഡ്. അങ്ങനെയല്ലേ എക്സ് ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? അത് നമ്മൾ റോ ആയിട്ട് എഴുതണം. ഓക്കെ, സോ നമ്മൾ റോ ആയിട്ട് എഴുതി നമുക്ക് എന്ത് കിട്ടും? എക്സ് വൈ ഇസഡ് വരും. ദെൻ എ എന്ന് പറഞ്ഞ മെട്രിക്സ് അപ്പം നമുക്ക് എങ്ങനെ എടുക്കാം? എവിന് നമുക്ക് നോർമലായിട്ട് A1 A2 A3 B1 B2 B3 C1 C2 C3 ഇങ്ങനെ കൊടുക്കുന്നു. ദെൻ എക്സ്, സോ എക്സ് വൈ ഇസഡ് ഇത് എന്താണ്? സീറോ ആണെന്ന് പറയുന്നു. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് വൈ ഇസഡ്, ദെൻ ഇത് നമ്മൾ സോൾവ് ചെയ്താൽ A1x പ്ലസ് A2y പ്ലസ് A3 ഇസഡ്, ദെൻ B1x പ്ലസ് B2y പ്ലസ് B3 ഇസഡ്, ദെൻ C1x പ്ലസ് C2y പ്ലസ് C3z ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് 0 എന്ന് കിട്ടും. സോ ഇവിടുന്ന് നമുക്ക് വാല്യൂസ് കുറച്ച് കണ്ടുപിടിക്കാം. സോ ഇത് നമ്മൾ ചെയ്താൽ എക്സ് ഇൻറ്റു A1x പ്ലസ് A2y പ്ലസ് A3z പ്ലസ് y ഇൻറ്റു B1x പ്ലസ് B2y പ്ലസ് B3z പ്ലസ് z ഇൻറ്റു C1x പ്ലസ് C2y പ്ലസ് C3z ഈക്വൽ ടു 0 ആണ്. സോ ഇവിടെ നമുക്ക് ഇത് സോൾവ് ചെയ്താൽ A1 ഈക്വൽ ടു 0, B2 ഈക്വൽ ടു 0, C3 ഈക്വൽ ടു 0 എന്ന് വരും. ദെൻ A2 പ്ലസ് B1 ഈക്വൽ ടു 0 വരും. ദെൻ A3 പ്ലസ് C1 ഈക്വൽ ടു 0 വരും. ദെൻ B3 ഈക്വൽ ടു C2 ഈക്വൽ ടു നമുക്ക് 0 എന്ന് വരും. ഓക്കെ, റെഡി മക്കളെ? ഇത് 0 വരാനുള്ള പോസിബിലിറ്റീസ് ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? എഴുതി വെച്ചിരിക്കുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ A1ഉം B2ഉം C3യും 0 കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാ A1ഉം B2ഉം C3 0 കിട്ടി. ഇത് ഡയഗണൽ മെട്രിക്സ് 0 വന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പോൾ A എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് അല്ലെ? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്, അത് നമുക്കറിയാം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാക്കി വാല്യൂസ് ഒക്കെ എഴുതിക്കുക. A എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 0 0 0 ആയിരിക്കും. ഓക്കെ, ബാക്കി നമുക്ക് എക്സ് വൈ ദെൻ മൈനസ് എക്സ് ഇസഡ് മൈനസ് വൈ സോറി ഇത് 0 ഇവിടെ എഴുതണേ. 0 മൈനസ്. ഇപ്പം ഇതെന്താണ്? ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ ഇനി നമ്മളോട് ഇവിടെ പറയുന്നുണ്ട് എ ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്നെയുള്ള സാധനമാണ് നമ്മൾ ഇനി എഴുതുന്നത്. ദെൻ A111 ഈക്വൽ ടു 145 അല്ലേ? സോ അപ്പം നമുക്കത് ആ കോൺസെപ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എഴുതാം. ഓക്കെ, സോ ഇപ്പം A ഓഫ് 111 ഈക്വൽ ടു 14 മൈനസ് 5. ഓക്കെ, ആ കോൺസെപ്റ്റ് എഴുതിയാൽ A എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0xy മൈനസ് എക്സ് 0z മൈനസ് y മൈനസ് z 0 ദെൻ 1111. ഓക്കെ, സോ ഇവിടെ നിന്ന് ഈക്വൽ ടു 14 മൈനസ് 5. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നും മൈനസ് എക്സ് പ്ലസ് ഇസഡ് ഈക്വൽ ടു 4 എന്നും y പ്ലസ് ഇസഡ് ഈക്വൽ ടു 5 എന്നും കിട്ടും. റെഡി? ഒരെണ്ണത്തിൽ നമുക്ക് കിട്ടി. ഇനി അടുത്തത് അതുപോലെ തന്നെ എന്തുണ്ട്? രണ്ടാമത്തേതും ഉണ്ട് അല്ലെ? സോ A ഇൻറ്റു ദിസ് അല്ലെ? അതുകൂടെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. നെക്സ്റ്റ് അതും കൂടെ നമ്മൾ നോക്കണം. ഇത് കുറച്ച് ചെയ്യാനുണ്ട് കേട്ടോ, കാൽക്കുലേഷൻ ഉണ്ട്. സോ നമ്മൾ അടുത്തത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഇതിനകത്ത് 0xy മൈനസ് എക്സ് 0z മൈനസ് y മൈനസ് z 0. ദെൻ നമുക്കിത് 1 2 1 ദെൻ ദിസ് ഇസ് ഈക്വൽ ടു 1 4 മൈനസ് 8 വരും. ക്ലിയർ? സോ ഇത് സോൾവ് ചെയ്താൽ ഇത് സോൾവ് ചെയ്തിട്ട് ബാക്കി വാല്യൂ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2x പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് വരും. ദെൻ മൈനസ് എക്സ് പ്ലസ് z ഈക്വൽ ടു 4 വരും.
then minus 5 minus 2 is equal to minus 8 വരും. സോ ഇത് രണ്ട് മറ്റേത് വാല്യൂ കൂടെ നോക്കി നിങ്ങൾ കമ്പൈൻ ചെയ്ത് സോൾവ് ചെയ്യണമെങ്കിൽ x ഈക്വൽ ടു മൈനസ് 1 y ഈക്വൽ ടു 2 ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ പ്രീവിയസ്ലി നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടില്ലേ സോൾവ് ചെയ്യുമ്പോൾ. സോ അത് പ്രകാരം നമുക്ക് a ഇപ്പം കിട്ടി. എന്താണ് 0 മൈനസ് 1 ടു 1 0 3 then minus 2 minus 3 0. സോ a നമുക്ക് കിട്ടി. നെക്സ്റ്റ് സോ നമുക്ക് വേണ്ടത് 2 ഇൻറ്റു എ പ്ലസ് ഐ നമ്മൾ കണ്ടുപിടിക്കണം. 2 ഇൻറ്റു എ പ്ലസ് ഐ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 2 മൈനസ് 2 4 2 2 6 വരും. ദെൻ മൈനസ് 2 മൈനസ് 6 2 വരും. നമുക്ക് 2 ഇൻറ്റു എ പ്ലസ് ഐ ഓക്കെ ദിസ് ഈക്വൽ ടു ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് നമ്മൾ അത് എടുത്തത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കേട്ടോ 2 ഇൻറ്റു 2 പ്ലസ് ഐ എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ സോ അപ്പോൾ നോക്കിക്കാം മക്കളെ ഇത് നമ്മൾ സോൾവ് ചെയ്തു. സോ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കണം. സോ ഇത് 120 എന്ന് വരും. സോ ഇത് 120 ദെൻ നമുക്കിതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കണം. ഓക്കെ സോ ഡിറ്റ് ഓക്കെ ഡിറ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് 2 പ്ലസ് എ ഐ വേണം. ഓക്കെ ഡിറ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് 2 ഇൻറ്റു എ പ്ലസ് ഐ വേണം. ഓക്കെ സോ അപ്പോൾ നമുക്കിത് 120 ഹോൾ സ്ക്വയർ എന്ന് വരും. സോ അതിനെ നമുക്ക് 2 raised to 6 3 സ്ക്വയർ 5 സ്ക്വയർ എന്ന് എഴുതാം. റെഡി അല്ലേ? സോ ഇനി നമുക്ക് സോ ഡിറ്റർമിനന്റ് ഓഫ് എന്താണ് ഡിറ്റ് ഓഫ് അഡ്ജോയിന്റ് ആ രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ സോ അപ്പോൾ നമുക്ക് ഇത് ആൽഫ ബീറ്റ ഗാമ ആൽഫ ഈക്വൽ ടു 6 ബീറ്റ ഈക്വൽ ടു 2 ഗാമ ഈക്വൽ ടു 2 അത് നമ്മൾ അറേഞ്ച് ചെയ്ത് എടുക്കണം കേട്ടോ. സോ നമുക്ക് വേണ്ടത് എന്താണ് ആൽഫ ക്യൂബ് ഗാമ നമുക്ക് 2 തന്നെ കിട്ടും. സോ നമുക്ക് വേണ്ടത് എന്താണ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ ആണ് വേണ്ടത് കേട്ടോ. ഓക്കെ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഗാമ സ്ക്വയർ ചെയ്യാനുണ്ട്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ. സോ നമുക്ക് ഇത് എല്ലാവരും ചെയ്യുമ്പോൾ 44 എന്ന് കിട്ടും കേട്ടോ. റെഡി